ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ സൗമ്യ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലി എഗ്ഗാണ്. ഇഡ്ഡലി എഗ്ഗും ദോശയുമാണ്. അതാണ് എൻ്റെ മക്കൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ഇഡ്ഡലി എഗ്ഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 7 മുട്ടകളാണ് എടുത്തേക്കുന്നത്. ഈ മുട്ടകളെല്ലാം നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. നമ്മുടെ മുട്ടകൾ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. ഇഡ്ഡലി തട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റീം ചെയ്യാനുള്ള വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ശകലം എണ്ണ ഞാൻ എല്ലാ തട്ടിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. ശകലം എണ്ണ പരട്ടി കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട വെന്ത് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് വിട്ടുപോരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ എണ്ണയെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മുട്ട ഞാൻ പൊട്ടിച്ചിടുവാണ്. ഒത്തിരി പൊക്കത്തിൽ നിന്ന് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ അടുത്ത് വെച്ച് വേണം മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കൊക്കെ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. അപ്പം നമ്മുടെ മുട്ടകളെല്ലാം എല്ലാ തട്ടിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് എടുക്കും. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. കൂടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മതി, നമുക്കൊരു പിഞ്ചിന് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒത്തിരി എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉപ്പ് ഈ സമയം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മീൻ എങ്ങനെയാണോ വറുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മുട്ടകളെല്ലാം ഞാൻ ഇപ്പോൾ ഈ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും എടുത്ത് നമ്മുടെ മുളകിനകത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മുട്ടകളും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മുടെ മുട്ട ഓൾറെഡി വെന്തതാണല്ലോ. നമ്മുടെ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ മുട്ടകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലാണ് എന്നാണെങ്കിൽ വളരെ ഹെൽത്തിയുമാണ്, ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ മുട്ടയും നമുക്ക് ഫ്രൈ ചെയ്ത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ദോശയുടെ കൂടെയാണ് ഇപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത്. ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ സാധിക്കും. ചുമ്മാ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്
la 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 la